90+ My Tuition App 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. സോളാർ കേസ് പീഡനക്കേസ് CBIക്ക് വിട്ട വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗൂഢാലോചന ഉണ്ടായി എന്നാണ് ഉമ്മൻചാണ്ടി ഇന്ന് 24നോട് പ്രതികരിച്ചിരിക്കുന്നത്. പരാതിക്കാരിയിൽ നിന്നും പരാതി സർക്കാർ എഴുതി വാങ്ങി CBIക്ക് കൊടുത്തു. കഴിഞ്ഞ 5 വർഷമായി ഈ കേസ് സർക്കാരിന്റെ മുന്നിലുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസാണ്. ഇതിപ്പോൾ CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമല്ലേ എന്നുകൂടിയാണ് ഇന്ന് ഉമ്മൻചാണ്ടി 24നോട് പ്രതികരിച്ചിരിക്കുന്നത്. നമ്മൾ പരിശോധിക്കുന്നു, വീണ്ടും സോളാർ ഗ്രഹണമോ? ഈ വിഷയത്തിൽ നമുക്കൊപ്പം അതിഥികളായി KT കുഞ്ഞിക്കണ്ണൻ CPIM പ്രതിനിധി, അഡ്വക്കേറ്റ് പഴകുളം മധു കോൺഗ്രസ് പ്രതിനിധി, BJPയിൽ നിന്നും C ശിവൻകുട്ടിയും ചേരുന്നു. ആദ്യം CPM പ്രതിനിധി ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്ക്. ശ്രീ KT, ആഭ്യന്തര വകുപ്പ് 3 വർഷം അന്വേഷിച്ച ഈ കേസ് ഇപ്പോൾ CBIക്ക് വിട്ടതിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തോട് പറയുകയാണോ ഉമ്മൻചാണ്ടി പറയുന്നതനുസരിച്ച് തൻ്റെ കീഴിലെ ആഭ്യന്തര വകുപ്പും ക്രൈംബ്രാഞ്ചും തികഞ്ഞ പരാജയമാണ്, ഈ കേസ് CBI അന്വേഷിച്ചാലേ ശരിയാവുകയുള്ളൂ എന്ന്? അരുണെ, കേരളത്തിലെ ഇത്തരം കേസുകളിലെ ഒരു പതിവ് രീതി ഇരകൾ ആവശ്യപ്പെട്ടാൽ, പരാതിക്കാരാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ CBIക്ക് വിടുക എന്നുള്ളതാണ്. വാളയാർ ഉൾപ്പെടെയുള്ള കേസുകൾ സമകാലീനമായി നമ്മുടെ മുമ്പിൽ അതാണ് നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പൊ പരാതിക്കാരി ഈ കേസിന്റെ അന്വേഷണം CBIക്ക് വിടാനെന്ന് ആവശ്യപ്പെട്ടു. അവരതിനാവശ്യപ്പെടുന്നതിന് അവർക്ക് ന്യായമായ കാരണങ്ങൾ ഉണ്ടാക്കാം. ഒന്ന്, സംസ്ഥാനാന്തര ബന്ധങ്ങളുള്ള അഴിമതിയാണ്. ഡൽഹിയിലൊക്കെ വെച്ചിട്ട് നടന്ന പണക്കൈമാറ്റമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഞാൻ തുടക്കത്തിൽ അങ്ങേ തിരുത്തുന്നതിൽ ക്ഷമിക്കണം. ഇത് സോളാർ കേസ് അന്വേഷിക്കുന്നതല്ല. സോളാർ പീഡന കേസ് നടന്നിരിക്കുന്നത് കേരളവുമായി ബന്ധപ്പെടുത്തിയാണ്. ഇത് മറ്റു സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതോ CBI അന്വേഷിക്കേണ്ട തരത്തിൽ ഈ സംസ്ഥാനത്തെ പോലീസിന് പരിമിതികളുള്ള കേസോ അല്ല. ഈ പരാതിക്കാരി പറഞ്ഞിരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത് നീതി ലഭിച്ചിട്ടില്ല എന്നാണ്. ഈ പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് സോളാർ പീഡന വിഷയത്തിലെ ഇരയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ആഭ്യന്തര വകുപ്പ് പരാജയമല്ലേ എന്നതായിരുന്നു എന്റെ ചോദ്യം. ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് എന്ന് പരാതിക്കാരി പോലും പറയില്ല. അവർക്ക് കേരളത്തിലെ പോലീസ് നടത്തിയ, ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിൽ അതൃപ്തിയില്ല. പക്ഷെ അവർ കാണുന്നത് ഇത്തരമൊരു കേസ് CBI അന്വേഷിക്കുന്നത് കുറെ കൂടി നന്നാവും. CBI അന്വേഷിക്കാൻ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. അപ്പൊ പരാതിക്കാരിയുടെ ഇത്തരമൊരു അഭ്യർത്ഥനയെ പരിഗണിച്ചുകൊണ്ടാണ് കേരള സർക്കാരിന് CBIക്ക് വിട്ടിരിക്കുന്നത്. ഈ കേസ് നമുക്ക് എല്ലാവർക്കും പറയാം. ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ അന്വേഷണ സംഘം രൂപീകരിച്ചു. അതിനുള്ള അന്വേഷണ നടപടികൾ ആരംഭിച്ചതാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുള്ളതുപോലെ ഈ കേസിന്റെ മേൽനോട്ടം വഹിച്ചിരുന്ന രാജേഷ് ദിവാന്റെ റിട്ടയർമെന്റ്, IG-യുടെ കേന്ദ്ര സർവീസിലേക്കുള്ള ഡെപ്യൂട്ടേഷൻ, ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ നീണ്ടു പോകുന്നതിന് കാരണമായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ വൈരാതിരാധന ബുദ്ധിയോടുകൂടി ഈ കേസ് അന്വേഷിച്ച് പ്രതികളെ കുറ്റവാളികളാക്കുക, പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഒരു നിലപാട് ഒരു കാലത്തും CPM സ്വീകരിച്ചിട്ടില്ല. CPM ഈ കേസ് അന്വേഷണ സംഘത്തിന് വിടുകയാണ് ചെയ്തത്. അന്വേഷണ സംഘം പല കാരണങ്ങളാൽ അത് വൈകിയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരാതിക്കാരിക്ക് തനിക്ക് നീതി ലഭിക്കുന്നതിന് വൈകുന്നു എന്ന സംശയം ഉണ്ടാക്കാം. ശ്രീ KT, അത് തന്നെയാണ് എന്റെ ആവർത്തിച്ചുള്ള ചോദ്യം. ഇതിലൊരു ലൈംഗിക പീഡന പരാതിയിൽ ക്രൈംബ്രാഞ്ചിന് വീഴ്ച പറ്റി എന്ന് തന്നെയാണോ അങ്ങ് പറയുന്നത്? ഈ ചില കാലതാമസങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഭംഗിന്തരയാണ് പറയുന്നത്. ഈ കേസ് അന്വേഷിക്കുന്നതിൽ ക്രൈംബ്രാഞ്ചിന് വീഴ്ച പറ്റി, അതുകൊണ്ട് CBI ഏൽപ്പിക്കുന്നു എന്നതാണ് നിലപാടെങ്കിൽ അങ്ങ് ഉമ്മൻചാണ്ടി പറഞ്ഞതിനെ ശരിവെക്കുന്നു എന്ന് കരുതേണ്ടി വരും. ഉമ്മൻചാണ്ടിയുടെ ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമാണ് നമ്മൾ കാണേണ്ടത്. ഒരു പരാതി ഉണ്ടായിരിക്കുന്നു, ഇര അവർക്ക് നീതി കിട്ടണം. ആ നീതി കിട്ടാൻ അവരാഗ്രഹിക്കുന്നത് CBI അന്വേഷിക്കുന്ന വാളയാർ കേസിലെയും അമ്മ അതാണല്ലോ ആവശ്യപ്പെട്ടത്, പരാതിക്കാർ അതാണല്ലോ ആവശ്യപ്പെട്ടത്. അവർക്ക് നീതി കിട്ടാൻ അവരാഗ്രഹിക്കുന്നത് CBI അന്വേഷിക്കണമെന്നുള്ളത്. അപ്പോൾ പെരിയ കേസിലോ, പെരിയ ഇരട്ടക്കൊല കേസിലോ? പെരിയ കേസ് ഇതുപോലുള്ളൊരു കേസാണോ? അത് മറ്റൊരു വിഷയമാണത്. അത് സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പിൽ ഇത് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസാണ് അരുണെ. ആ കേസിന്റെ ഒരു സാഹചര്യവും ഈ കേസിന്റെ സാഹചര്യവും രണ്ടും രണ്ടാണ്. അത് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസാണ്. അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസാണ്. കുറ്റപത്രം സമർപ്പിച്ച കേസിന് മുകളിലാണ് ആഭ്യന്തര വകുപ്പിന് മുകളിൽ ഒരു അന്വേഷണം വേണം, CBIയുടെ അന്വേഷണം വേണം എന്ന ഒരു ആവശ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നത്. അത് രണ്ടും രണ്ട് കാര്യമാണ്.
നമ്മളിപ്പം രണ്ടിനെയും സമീകരിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള അർത്ഥവുമില്ല. അത് രണ്ടും രണ്ട് കാര്യമാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് കൃത്യമായി അക്കമിട്ട് പറഞ്ഞു, ഈ കേസിൽ അഴിമതിയുണ്ട്, ലൈംഗിക പീഡനമുണ്ട്, ബലാത്സംഗമുണ്ട്. അത് സംബന്ധമായിട്ടുള്ള കമ്മീഷൻ മുമ്പിൽ വന്ന നിരവധി തെളിവുകൾ അവർ സൂചിപ്പിച്ചു. ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇതാണ് ജുഡീഷ്യൽ കമ്മീഷൻ. ഒരു നിമിഷം, ശ്രീ പഴകുളം മധു, ഇന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി നിരപരാധിയാണെങ്കിൽ ഈ CBI അന്വേഷണത്തെ ഭയക്കുന്നത് എന്തിനാണ് എന്നാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കവെ തന്നെ പരാതിക്കാരി ഗുരുതരമായി ലൈംഗിക പീഡന പരാതി ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിൽ തനിക്ക് നീതി കിട്ടുന്നില്ല എന്ന് പറയുകയും അത് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി ഇരയ്ക്ക് നീതി കൊടുക്കുന്നതിന് വേണ്ടി തൻ്റെ പാർട്ടിക്കോ തൻ്റെ സർക്കാരിനോ വിശ്വാസമില്ലാത്തൊരു ഏജൻസിയാണെങ്കിൽ കൂടി ഇരയുടെ താല്പര്യം സംരക്ഷിക്കാൻ അതിവേഗമെടുത്ത തീരുമാനമായി. എന്തുകൊണ്ട് കോൺഗ്രസിന് ഇതിന് ബോധ്യപ്പെടുന്നില്ല? CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലൈഫ് മിഷൻ കേസിൽ ഹാജരായ അനിലക്കര MLA യുടെ പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഇരയ്ക്ക് നീതി CBI കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസം? ഒന്നാമത്തെ കാര്യം, കാനം രാജേന്ദ്രനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒരിക്കലും CBI എൻക്വയറി മുഖ്യമന്ത്രി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ CBIക്കെതിരായിട്ട് ഇവിടെ വലിയ കോലാഹലം ഉണ്ടാക്കുകയോ വിളിച്ചു പോവുകയോ ചെയ്തില്ല. ഞങ്ങൾ പറയുന്നത് CBI എൻക്വയറി മുഖ്യമന്ത്രി ഉത്തരവിടാൻ കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. 2016 അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വന്നപ്പോഴും അതിനു മുമ്പ് സോളാർ കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടും രാജി ആവശ്യപ്പെട്ടും വ്യാപകമായ പ്രക്ഷോഭം നടത്തിയപ്പോഴും ഉത്തമ ബോധ്യമുണ്ടായിരുന്ന എല്ലാ തെളിവുകളും കൈകളിലുണ്ട് എന്ന് വിളിച്ച് 100 വട്ടം തീർത്തും പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പൊ തെളിവുകളുടെ അഭാവം ആണെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അന്വേഷണ ഏജൻസി 2 തവണ ഈ കേസ് അന്വേഷിച്ചു. ദിനേന്ദ്ര കാശ്യപും അതുപോലെ തന്നെ രാജേഷ് ദിവാനും അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. കേരള ഹൈക്കോടതിയിൽ CBI എൻക്വയറി ആവശ്യപ്പെട്ട് ഈ സ്ത്രീ നൽകിയ പരാതി ഹൈക്കോടതി വളരെ രാഷ്ട്രീയ മത്സരങ്ങളുടെയും രാഷ്ട്രീയ പകപോക്കലിന്റെയും തെളിയിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി ആരോപിച്ചിട്ട് ആ പരാതി തള്ളിക്കളയുകയുണ്ടായി. ഈ സർക്കാർ 2016 മുതൽ 2021 വരെ ഈ പരാതി കൈവശം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർക്ക് ഇതൊരു ഇരയാണ്, ഇരയെ സഹായിക്കണം എന്ന ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ ഈ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ കേസിനെ സംബന്ധിച്ച് ഉത്തമമായ ബോധ്യവും ധാരണയും ബോധ്യവും തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കുകയും അങ്ങനെ വോട്ട് നേടി അധികാരത്തിൽ വരികയും ചെയ്തത് സർക്കാർ ഇത്ര കാലവിളംബം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഉമ്മൻചാണ്ടിയുള്ള സ്നേഹം കൊണ്ടല്ല, അല്ലെങ്കിൽ ഈ കേസിലെ പ്രതികളായ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുള്ള ആഭിമുഖ്യം കൊണ്ടല്ല, തെളിവുകളുടെ അഭാവമാണ്. അതുകൊണ്ടാണ് ശിവരാജൻ കമ്മീഷനും അതിനുശേഷം വന്ന കോടതി ഇടപെടലുകളും എല്ലാം ഈ കേസിൽ ഒരു കരിമ്പും തെളിവില്ല എന്ന് ഇന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യം വ്യക്തമാക്കി സ്ഥിരീകരിച്ചത്. അപ്പോ തെളിവുകളില്ലാത്തത് കൊണ്ടാണ് ഈ കേസിലെ പ്രതിയേർക്കപ്പെട്ട ആൾക്കാരെ ഇവരെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയാതെ പോയത്. ഇവരുടെ എത്ര സീനിയർ DGPമാരാണ് അന്വേഷിച്ചത്? അവരെല്ലാം പറഞ്ഞില്ലേ, രാഷ്ട്രീയ പകപോക്കലിന് ഞങ്ങളെ കിട്ടില്ല, നിങ്ങൾ എന്തും ചെയ്തോ, ഞങ്ങൾ ഇട്ടരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവർ ജീവനം കൊണ്ടുപോവുകയായിരുന്നു. കോടതി വന്നില്ലേ, കോടതി നിഷേധിച്ചില്ലേ? അപ്പൊ ഇവർക്ക് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ട് ഇത്രയും കാലതാമസം ഉണ്ടായി? എന്തുകൊണ്ട് നേരത്തെ അവർ CBIക്ക് വിട്ടില്ല? CBI അന്വേഷണത്തിന് കേസുകൾ വിടുന്നതിനെ സംബന്ധിച്ച് ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അരിയിൽ ഷുക്കൂറിന്റെ കാര്യം. 2, നമ്മുടെ പെരിയയിലെ ശരത്ലാലിന്റെ കൃതേഷിന്റെയും കാര്യം. വാളയാറിലെ കാര്യം. ഈ വാളയാറിലെ മാതാവ് എത്രയോ നാളുകളായി ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പിന്നാലെ കരഞ്ഞ് അപേക്ഷിച്ച് സമരവും പ്രക്ഷോഭവും നടത്തി നടക്കുകയാണ്. ഇവർ എന്തുകൊണ്ടാണ് അന്നൊന്നും CBIക്ക് ഈ കേസ് വിടാഞ്ഞത്? അല്ലല്ല, പിന്നീട് CBIക്ക് വിട്ടല്ലോ ശ്രീ പഴകുളം മധു. വാളയാർ കേസിലെ പീഡന പരാതിയിന്മേൽ സർക്കാർ അമ്മയ്ക്ക് അനുകൂലമായ തീരുമാനമെടുത്തു. ഇപ്പോഴിതാ അതേപോലെ മറ്റൊരു ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്ന് എന്തുകൊണ്ട് അങ്ങേക്ക് കാണാൻ കഴിയുന്നില്ല? അരുൺ, എത്ര നാളുകൾക്ക് ശേഷമാണ് വാളയാർ കേസ് അപ്പോൾ അത് വൈകിപ്പിക്കണമായിരുന്നുവെന്നാണോ? എവരുടെ ഔചിത്യബോധമോ നിയമത്തോടുള്ള എവരുടെ താല്പര്യമോ അല്ല, നിയമപരമായ ഒരു മാർഗവും ഈ സർക്കാരിന്റെ കൈകളിൽ. ഇവർക്ക് എങ്ങനെയാണെങ്കിൽ ഇവര് എന്നും ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത CBIയെ ഇവർക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. അത് രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് രണ്ടാമത്തെ ചോദ്യമായി ചോദിക്കാം. പക്ഷെ എന്റെ ചോദ്യം, ഈ CBIയെ കോൺഗ്രസിന് വിശ്വാസമല്ലേ? ഞങ്ങൾക്ക് CBIയെ വിശ്വാസക്കേടോ ഇവിടെ പ്രശ്നമാണോ? ഈ സർക്കാർ രാഷ്ട്രീയപരമാണ്. ഞാൻ താങ്കൾ ഒറ്റക്കാൽ ചോദിക്കുന്നുള്ളൂ. താങ്കൾ കുഞ്ഞിക്കണ്ണനോട് ചോദിച്ച ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഈ സർക്കാരിന്റെ കയ്യിൽ അല്പമെങ്കിലും തെളിവുണ്ടായിരുന്നെങ്കിൽ
എവർ വെറുക്കുന്ന എതിർക്കുന്ന എവർ രാഷ്ട്രീയ പകപോക്കലിനെ ആയുധമാക്കി ഉപയോഗപ്പെടുത്തുമെന്ന് ആക്ഷേപിക്കുന്ന CBIയെ ഇവർക്ക് ആശ്രയിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അല്ല, അത് സമ്മതിച്ചു. ഈ KT കുഞ്ഞിക്കണ്ണൻ സമ്മതിച്ചു. ഇത് ക്രൈംബ്രാഞ്ചിന് ഒരു വീഴ്ച പറ്റിയിരിക്കുന്നു. കേസ് അന്വേഷണം വേഗത്തിലാക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞില്ല. അത് ക്രൈംബ്രാഞ്ചിന്റെ വീഴ്ചയാണ്. ആ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ്, സമ്മതിക്കുന്നു. പക്ഷെ എന്റെ ചോദ്യം, CBIയെ നിങ്ങൾക്ക് വിശ്വാസമല്ലേ? ഞങ്ങൾക്ക് CBIയെ വിശ്വാസക്കേടോ, ഞങ്ങൾക്ക് CBIയെ രാഷ്ട്രീയപരമായി പകപോക്കലിന്റെ ആയുധമാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും CBI കേരളത്തിൽ ഞാൻ പറഞ്ഞോട്ടെ കേരളത്തിൽ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും കാണിക്കുന്നവരെ കാടിളക്കി കോലാഹലമുണ്ടാക്കി CBIക്കാർക്കായിട്ട് യുദ്ധം ചെയ്ത് ഒന്നും ഞങ്ങൾ അതിനെ എല്ലാം നിയമപരമായി. എന്തിനാണ് സാർ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്? പിന്നെ എന്തിനാണ് സാർ ഇത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയുന്നത്? അനിലക്കര കേസ് കൊടുത്തത് CBIക്കല്ലേ? ഈ കോൺഗ്രസിന് കേരളത്തിൽ CBI വിശ്വാസമാണല്ലോ. ഈ കേസിൽ CBIയിലൂടെ അഗ്നിപരിശുദ്ധി വരുത്തി ഉമ്മൻചാണ്ടിയും ബാക്കിയുള്ള സമുന്നതരായ 4 കോൺഗ്രസ് നേതാക്കളും BJP ദേശീയ ഉപാധ്യക്ഷനും പുറത്തു വരട്ടെന്നേ. അങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട് കോൺഗ്രസ് എടുക്കുന്നില്ല? വരട്ടെന്നേ, ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ CBI വേണ്ടെന്ന്. CBIക്ക് വിട്ടോ, ഇന്റർപോളിന് വിട്ടോ, ആർക്കും വിട്ടോ. ഞങ്ങൾ അതിന്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങളും ഗൂഢാലോചനയും മുഖ്യമന്ത്രിയുടെ ഈ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ ക്യാബിനറ്റ് ഈ ലാവ്ലിൻ കേസ് എന്തുകൊണ്ടാണ് CBIക്ക് വിട്ടത്? അന്നത് രാഷ്ട്രീയമായ നീക്കമായിരുന്നില്ലേ? അതാണ് പകപോക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു. ഇല്ല, കോടതിയിൽ കേട്ടുപോയി. അത് തെറ്റല്ല, ഒരു കാരണവശാലും തെറ്റല്ല. അത് കോടതിയിൽ കേട്ടുപോയി. പല പരാമർശവും ഉണ്ടായി. CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രിയോ സർക്കാരോ രാഷ്ട്രീയപരമായി തീരുമാനിക്കായിരുന്നില്ല. ഇവർ 2016 മുതൽ 2021 വരെ ഈ കേസ് കയ്യിൽ വെച്ച് സൂക്ഷിച്ചിട്ട് ഈ ശബരിമല വിഷയം വന്നപ്പോൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എടുത്ത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്ന ദുഷ്ടലാക്കും പകപോക്കലുമാണ് ഈ കേസിൽ വെളിച്ചത്ത് വരുന്നത്. ഒരു നിമിഷം BJP പ്രതിനിധി C. ശിവൻകുട്ടി കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ശിവൻകുട്ടി, ഈ ലൈംഗിക പീഡന പരാതി കേസിൽ സോളാർ ലൈംഗിക പീഡന പരാതിയിലെ പരാതിക്കാരിയായ ഇരയ്ക്ക് ഈ CBI നീതി കൊടുക്കും എന്ന് ശ്രീ വി. ശിവൻകുട്ടി കരുതുന്നുണ്ടോ? ശ്രീ C. ശിവൻകുട്ടി കരുതുന്നുണ്ടോ? ഒരു നിമിഷം പഴകുളം പറഞ്ഞോളൂ ശ്രീ ശിവൻകുട്ടി. ഒരു നിമിഷം പഴകുളം മധുവിന് ലാസ്റ്റ് സെക്കൻഡ്. ഒരു നിമിഷം ശ്രീ C. ശിവൻകുട്ടി, പഴകുളം മധുവിന് ലാസ്റ്റ് സെക്കൻഡ്. ചോദ്യം അന്നത്തിനിടയിൽ പോകരുത്. ഞങ്ങൾ CBIയെ ഭയക്കുന്നില്ല. CBI എൻക്വയറിയെ ഞങ്ങൾ CBI വന്നു, ഞങ്ങൾ കോടതി പോകാൻ പോകുന്നില്ല, സ്റ്റേറ്റിൽ പോകുന്നില്ല. ഞങ്ങൾ ഈ സർക്കാർ ഞങ്ങൾക്ക് FIR എടുത്തപ്പോൾ കോടതി പോയില്ല, ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വരുന്നല്ലോ. ഞങ്ങൾ ഭയക്കുന്നില്ല. CBI അന്വേഷണം നടക്കട്ടെ. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ശ്രീ ശിവൻകുട്ടി, ഈ CBI ഈ സോളാർ പീഡന പരാതിയിലെ ഇരയ്ക്ക് നീതി കൊടുക്കുമെന്ന് ശ്രീ C. ശിവൻകുട്ടി കരുതുന്നുണ്ടോ? അല്ല, സോളാർ പീഡന കേസിലെ ഇര സരിത നായർക്ക് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. നമുക്ക് ഈ ഇരയുടെ പേര് വെളിപ്പെടുത്തുക സാധ്യമല്ല, നിയമപരമായ പരിമിതികൾ ഉള്ളതിനാൽ. തുടർന്നു സമ്മതിക്കുന്നു. ഓക്കെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ ഇരയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. ഞങ്ങൾ ഈ കേസിനെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ ഇത് CBI അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നല്ലോ. അന്ന് എന്താ ഈ ഗവൺമെൻറ് അന്വേഷണത്തിനിടാത്തത്? അന്ന് ഈ ഗവൺമെൻറ് എന്താ അതിന് തയ്യാറാവാത്തത്? ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സത്യാവസ്ഥയും പുറത്തു കൊണ്ടുവരണം. അതിന് CBI അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ട സമയത്ത് എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് തയ്യാറായില്ല? ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അന്വേഷണം ഇട്ടിരിക്കുന്നത് അതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. കാരണം അവരുടെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ ഇതുവരെ അന്വേഷണത്തിന് ഓർമ്മിപ്പിച്ചോട്ടെ. അങ്ങ് പറഞ്ഞ ഈ പദപ്രയോഗവും രമേശ് ചെന്നിത്തലയുടെ പദപ്രയോഗവും തമ്മിൽ നല്ല സാമ്യമുണ്ട്. കാരണം അദ്ദേഹവും ഇതിനെ ആദ്യം വിശേഷിപ്പിച്ച വാക്ക് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നാണ്. 5 കോൺഗ്രസ് നേതാക്കൾ ഒരു ലൈംഗിക പീഡന പരാതിയിൽ ഈ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്ന കേസിൽ CBI അന്വേഷണം സർക്കാർ ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ നീക്കമാണ് എന്നാണോ BJPയുടെ ഔദ്യോഗിക നിലപാട്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ഞാൻ തുടക്കത്തിൽ ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഞാൻ വ്യക്തമായ അഭിപ്രായം പറഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം വ്യക്തമാണ്. ഇതിനകത്ത് ജോസ് കെ മാണിയെ എന്തിനാണ് ഒഴിവാക്കിയത്? എന്തുകൊണ്ടാണ് ജോസ് കെ മാണിയെ ഒഴിവാക്കിയത്? അതിന് ഈ ഗവൺമെൻറ് ഉത്തരം പറയണ്ടേ? അതിന് ഈ ഗവൺമെന്റ് ഉത്തരം പറയണം. പെറ്റീഷനിലാണെന്നാണ് പരാതിക്കാരി പറഞ്ഞത്. ആ 10 പെറ്റീഷൻ സ്റ്റാറ്റസിൽ ഒന്നിൽ ജോസ് കെ മാണി ഉണ്ട്. ഇനി CBIയുടെ കോർട്ടിലല്ലേ? CBIക്ക് FIR ഇടാമല്ലോ.
അല്ല അരുണെ ഞാൻ വളരെ വ്യക്തമായി തന്നെ അരുണിനോട് ചോദിക്കുകയാണ്. അരുണിൻ്റെ അഭിപ്രായത്തിനോട് ഞാൻ വ്യക്തമായി മറുപടി പറഞ്ഞു. വളരെ വ്യക്തമായി ഇരയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതിന് രണ്ടഭിപ്രായമില്ല. ഇരയ്ക്ക് നീതി ലഭിക്കണം. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ ഉണ്ടായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് അന്വേഷിക്കാൻ തയ്യാറായില്ല? ഈ ഗവൺമെൻറ് ഇതുവരെ എന്തിന് കാത്തു സൂക്ഷിച്ചു? അപ്പോൾ UDF LDF ഒരു ധാരണയാണ് ഈ സോളാർ കേസിലുള്ളത്. ഇത് UDF നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള CPM-ന്റെ അടവ് നയമാണ്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ശിവൻകുട്ടി, അങ്ങനെ CBI-യിലേക്ക് ഈ കേസ് സർക്കാർ കൊടുത്തത് ഈ UDF-നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെങ്കിൽ ഈ CBI ഇപ്രകാരം രാഷ്ട്രീയമായി ആളുകളെ രക്ഷിച്ചെടുക്കുന്ന പണിയിലാണോ ഇപ്പോഴുള്ളത്? അല്ല, CBI അന്വേഷിക്കുന്ന കേസുകൾ വ്യക്തമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അത് സംബന്ധിച്ച് നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായത്തിന് നോക്കിയിട്ടല്ലല്ലോ ഗവൺമെൻറ് CBI അന്വേഷണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഞാൻ ഇവിടെ പറയുന്നത് CPM-ന്റെ ഈ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് എന്താ ലൈഫ് മിഷൻ കേസിലെ CBI അന്വേഷണം വേണ്ടെന്ന് പറയുന്നു? എന്താ പെരിയ ഇരട്ടക്കൊല കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന് പറയുന്നു? എന്താ പിന്നെ നമ്മുടെ ഈ ഡോളർ കടത്തിൽ CBI അന്വേഷണം വേണ്ട? ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം വേണ്ട? ഇപ്പോൾ സീതാറാം യെച്ചൂരി അടക്കം CBI അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ടല്ലോ ഈ കേസിൽ, സോളാർ കേസിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ CBI അന്വേഷണം വേണമെന്ന് സോളാർ കേസിൽ ആവശ്യപ്പെടുന്നവർ എന്താ മറ്റ് കേസുകളിൽ ഈ നിലപാടെടുക്കാത്തത്? അപ്പോൾ ഈ ഗവൺമെന്റിന്റെ തട്ടിപ്പാണിത്. അല്ല, CBI അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ. ഇപ്പോഴും ഞങ്ങൾ ആദ്യമേ ആവശ്യപ്പെട്ടല്ലോ CBI അന്വേഷണം വേണം. ഈ സർക്കാർ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ല. സർക്കാർ നിലപാടിനെ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. സർക്കാർ നിലപാട് ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ്. അത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ CBIക്ക് വിട്ട നടപടിയെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, ഞങ്ങളുടെ നിലപാട് അന്വേഷണം നടത്തി കുറ്റക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കണം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ശക്തമായ അഭിപ്രായം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. തെറ്റാര് ചെയ്തിട്ടുണ്ടെങ്കിലും ഏത് അന്വേഷണ ഏജൻസിക്കും അന്വേഷിക്കാം. അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഇത് CBIക്ക് ഈ കേസ് വിട്ട നടപടിയെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, LDF എടുത്ത നിലപാട് അതൊരു രാഷ്ട്രീയ തട്ടിപ്പാണ്. അതൊരു തെരഞ്ഞെടുപ്പ് 4 വർഷക്കാലം എന്തുകൊണ്ട് ഈ ഗവൺമെന്റിന് ഈ സോളാർ കേസിനെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ട് ഇതിന്റെ കുറ്റവാളികളെ KT കുഞ്ഞിക്കണ്ണൻ തന്നെ പറഞ്ഞു ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്, അത് ക്രൈംബ്രാഞ്ചിന്റെ പരാജയമാണ് എന്ന് തന്നെ KT കുഞ്ഞിക്കണ്ണൻ സമ്മതിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി പറഞ്ഞത് ആ അർത്ഥത്തിൽ ശരിയാവുകയും ചെയ്യുന്നു. പക്ഷേ എന്റെ ചോദ്യം, BJPക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ്? CBI ഈ കേസ് അന്വേഷിക്കണോ വേണ്ടയോ? അല്ല, ഞാൻ അരുണെ പറഞ്ഞല്ലോ, CBI അന്വേഷിക്കണം എന്ന് ഞങ്ങൾ തുടക്കം മുതൽ ആവശ്യപ്പെടുന്നു. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ആവശ്യപ്പെടുമ്പോഴല്ല, ഇടതുപക്ഷ ഗവൺമെന്റ് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. തുടക്കം മുതൽ ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അല്ലെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഉള്ളത് അല്ല എന്താ ഞാൻ ചോദിക്കട്ടെ, എന്റെ വാളയാർ കേസിൽ എത്ര ദിവസമായി അന്വേഷണം ഇട്ടിട്ട് CBIക്ക് അന്വേഷണം ഇട്ടിട്ട്? അപ്പൊ ഈ ഗവൺമെന്റ് നിലപാടെന്താ? അല്ല, ഞാൻ ചോട്ടെ, വാളയാർ കേസിന് ഒരമ്മ എത്ര ദിവസം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ യാചിച്ചു? ഈ പരാതിക്കാരി കൊടുത്ത 3 ദിവസത്തിനുള്ളിൽ തീരുമാനിച്ചതാണോ കുഴപ്പമായത്? അല്ല അരുണെ, ഞാൻ ചോദിച്ചോട്ടെ, ഈ ഗവൺമെന്റിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഇത് സത്യസന്ധമായി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെന്റ് അന്വേഷിക്കുമായിരുന്നു. ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള പോലീസ് പറയുന്നത് രക്ഷപ്പെടലാണ്. മനസ്സിലായി. CBI അന്വേഷിച്ചാൽ പുറത്തു വരില്ലേ? അന്വേഷിച്ച വസ്തുത പുറത്തു കൊണ്ടുവരും. അപ്പോൾ CBIക്ക് വിട്ട നിലപാടിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ലേ? കൊണ്ടുവരും. അപ്പോൾ CBIക്ക് വിട്ട നിലപാടിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. LDF ഗവൺമെന്റിന്റെ നിലപാടിനെ ഞങ്ങൾ അരുണെ അതിനകത്ത് എന്റെ നിലപാട് വളരെ വ്യക്തമാണ്. LDF സർക്കാരിന്റെ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ല. ഞങ്ങൾ പറഞ്ഞു, നേരത്തെ CBI അന്വേഷണം നടത്തിയത് പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഇതുവരെ ഗവൺമെന്റ് അതിന് തയ്യാറായില്ല? മറുപടി കേട്ടി പറയട്ടെ. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, ഈ CBI അന്വേഷണം വേണമോ വേണ്ടയോ? എന്താണ് ഇപ്പോൾ BJPയുടെ ഇപ്പോഴുള്ള നിലപാട്? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ CBI അന്വേഷണം നേരത്തെ വരട്ടെ.
അന്വേഷണം വന്നിട്ട് അതിന്റെ കുറ്റവാളികളെ അന്വേഷിച്ച് പുറത്തോട്ട് വരട്ടെ. ശരി. എന്തുകൊണ്ട് ജോസ് കെ മാണിയെ ഈ ഗവൺമെന്റ് സംരക്ഷിക്കല്ലേ? അത് CBI അരുണെ അതിനെ എതിർക്കണം. അരുണിനെ തീർച്ചയായും. പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ഈ ജോസ് കെ മാണിയെ ഇവരെന്തിനു സംരക്ഷിക്കുന്നു? അത് CBIയുടെ പക്കൽ ഈ കേസ് എത്തുന്നതോടുകൂടി CBIക്ക് FIR ഇടാം. ഇത് ക്രൈംബ്രാഞ്ചിന്റെ മുമ്പിലാണ് പെറ്റീഷൻ സ്റ്റാറ്റസ് ആയി നിൽക്കുന്നത്. ഈ ലൈംഗിക പീഡന പരാതിയുടെ ഈ 6 കേസുകൾ കൂടാതെ ബാക്കിയുള്ള കേസുകൾ കൂടി അതിന്റെ സമഗ്രമായ അന്വേഷണത്തിന് CBIക്ക് വിടാവുന്നതല്ലേ ഉള്ളൂ. അത് സ്വാഭാവിക CBIക്ക് കേസ് എടുക്കാവുന്നതേ ഉള്ളൂ, FIR ഇടാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ശിവൻകുട്ടി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ ശിവൻകുട്ടിയും പഴകുളം മധുവും ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി വേണം. തുടക്കം മുതൽ തന്നെ ഇത് CBI അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു BJP. എന്നാൽ ഇപ്പോൾ BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ കൂടി ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുമ്പോൾ ഈ കേസ് അന്വേഷണം CBI ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ? എന്തുകൊണ്ടാണ് ഈ 3 വർഷക്കാലം ഒരു DGPയും 2 ADGPമാരുടെയും തലത്തിൽ അന്വേഷിച്ച ഈ കേസ് ഇപ്പോൾ CBIക്ക് വിടണം എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയത്? 2006 ലാവ്ലിൻ കേസിന് പകരം വീട്ടാൻ സർക്കാർ തിരഞ്ഞെടുത്ത വഴിയാണോ ഇത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴും ഷാഫി പറമ്പിൽ ചോദിച്ച ചോദ്യം, ഈ CBIയെ സർക്കാരിന് ഇപ്പോൾ വിശ്വാസം വന്നത് എങ്ങനെ? ഇടവേളയ്ക്കു ശേഷം. വെൽക്കം ബാക്ക് ആൻഡ് ഗുഡ് ഈവനിംഗ് വൺസ് അഗൈൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സോളാർ കേസിൽ ഇപ്പോൾ CBIയുടെ വിശ്വാസം വീണ്ടെടുത്തിരിക്കുന്നു ഇടതു സർക്കാർ. ലൈഫ് മിഷൻ കേസിൽ CBI വിശ്വാസമില്ലാത്ത, പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI വിശ്വാസമില്ലാത്ത, അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CBI വിശ്വാസമില്ലാത്ത ഇടതു സർക്കാർ ഇപ്പോൾ സോളാർ വിഷയത്തിൽ CBIയുടെ വിശ്വാസം ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ കാര്യത്തിൽ CBIക്ക് കേസ് വിടാതിരിക്കാൻ സുപ്രീം കോടതിയിൽ ലക്ഷങ്ങൾ മുടക്കി അഭിഭാഷകരെ ഏർപ്പെടുത്തി വാദിച്ച സർക്കാർ ആ പണം തിരിച്ചടയ്ക്കണമെന്നാണ് ഷാഫി പറമ്പിൽ MLA പറയുന്നത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അതൊരു ന്യായമായ ആവശ്യമല്ലേ? ഇപ്പോൾ CBIയിൽ വിശ്വാസം വീണ്ടെടുത്ത സർക്കാർ പെരിയ ഇരട്ടക്കൊലക്കേസിന് വേണ്ടി ചെലവാക്കിയ പണം തിരികെ അടയ്ക്കുക എന്നുള്ളത് മിനിമം ഈ കേസിൽ ഈ CBI വിഷയത്തിൽ സർക്കാരിന് കാണിക്കാവുന്ന നീതിയാണോ? നമ്മുടെ ഈ വിഷയത്തിന്റെ ഒരു പ്രാധാന്യത്തിൽ നിന്ന് ചർച്ച വഴിതിരിക്കേണ്ടത് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? പ്രധാനപ്പെട്ട പ്രശ്നം പരാതിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്നു. വാളയാർ കേസിൽ എന്ന പോലെ മറ്റു പല കേസുകളിലെന്ന പോലെ നമുക്ക് കേരളത്തിൽ നടന്ന ലോകപഠനങ്ങളുടെ കേസുകളിലൊക്കെ തന്നെ ബന്ധപ്പെട്ട പരാതിക്കാർ അവരുടെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അത്തരം കേസുകൾ CBIക്ക് വിട്ടിട്ടുള്ളത്. എന്നാൽ CBI എന്ന് പറയുന്ന ഏജൻസി ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. തങ്ങൾക്ക് അഭിമതരായ കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്നതും തങ്ങൾക്ക് അനധികൃതരായ ആളുകളെ ശിക്ഷിക്കാനും വേട്ടയാടാനുമായി പൂവമറ സൃഷ്ടിക്കുന്നതൊക്കെ നമുക്കറിയാം. ഇവിടെ എന്താണ് വിഷയമായിരുന്നു? ഇവിടെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ കേസ് ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണ്. ഈ കേസിൽ ഇരയാക്കപ്പെട്ടവർ തന്നെയാണ്, അവരാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അവരെഴുതിയ കത്താണ്, അവർ കോടതിക്ക് സമർപ്പിച്ച കത്താണ് ഇവരെല്ലാം പ്രതിസ്ഥാനത്തേക്ക് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വളരെ കൃത്യമായ ഈ കുറ്റകൃത്യത്തിന് വഴിതെളിക്കുന്ന നിരവധി തെളിവുകൾ നിരത്തിയത്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ അന്വേഷിക്കാൻ ഈ സർക്കാരിന്റെ കീഴിൽ ക്രൈംബ്രാഞ്ച് സംഘത്തെ രൂപപ്പെടുത്തി ആ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ മേൽനോട്ടം വഹിച്ച ആളുകൾക്ക് റിട്ടയർ ചെയ്യേണ്ടി വന്നു, മറ്റു ചില ആളുകൾക്ക് ഇവിടുന്ന് സ്ഥലം മാറിപ്പോകേണ്ടി വന്നു. ഈ വിഷയങ്ങളെല്ലാം നമുക്കറിയാം. ഇവിടെ പ്രശ്നം എന്താണ്? പഴംകുളം അത് പറയുന്നത് ഞങ്ങളുടെ കാലത്ത് 2003 നമുക്ക് ആന്റണിയുടെ കാലത്ത് നമുക്കറിയാലോ, 2003 പ്രത്യേക വിജിലൻസ് സംഘം അന്വേഷിച്ചതല്ലേ ലാവ്ലിൻ കേസ്? നിങ്ങൾ എന്താ പ്രതീക്ഷിച്ചത്? തങ്ങൾക്ക് കീഴിലുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥരെ വെച്ച് പിണറായിക്കെതിരായിട്ട് ചാർജ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ്. പക്ഷെ വിജിലൻസ് അംഗത്തിന്റെ അന്വേഷണം നീണ്ടു പോയപ്പോഴാണ് പൊതു താല്പര്യ ഹർജി കേരള ഹൈക്കോടതിയിൽ വന്നത്. ആ ഹൈക്കോടതിയിൽ കേരള സർക്കാർ കൊടുത്ത അഫിഡവിറ്റുണ്ട് പഴംകുളം മധു. ഞങ്ങൾ CBI എതിർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താന്ന് പറഞ്ഞത്? ഇത് വിജിലൻസ് അന്വേഷിച്ചാൽ മതി, കേരളത്തിലെ പോലീസ് അന്വേഷിച്ച് തെളിയിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ അഫിഡവിറ്റുണ്ട് ഹൈക്കോടതിക്ക് മുമ്പിൽ. എന്നിട്ട് എന്താ ചെയ്തത്? ഈ കേസ് വിജിലൻസ് അന്വേഷിച്ചപ്പോൾ അവസാനം പിണറായിയെ കൊടുക്കാനുള്ള തെളിവുകളൊന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴാണ് 2006 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേ ദിവസം നിങ്ങൾ കൃത്യമായ രാഷ്ട്രീയ പകയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്ത്, രാഷ്ട്രീയ അജണ്ടയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്ത് CBIക്ക് വിട്ടത്. ആ കേസും ഈ കേസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ? അന്ന് ലാവ്ലിൻ കേസ് പിണറായി വിജയനെ കൊടുക്കാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന്റെ തൊട്ടു തലേന്നുള്ള അവസാനത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ തീരുമാനിച്ചതെങ്കിൽ തെരഞ്ഞെടുപ്പിന് 3 മാസം അകലെ നിൽക്കെ 3 വർഷക്കാലം തന്റെ സ്വന്തം വകുപ്പ് അന്വേഷിച്ച ഈ കേസ് ഇപ്പോൾ കൈമാറുന്നതിന്റെ യുക്തി എന്ത് എന്നുള്ളതാണ് ചോദ്യം. അതെന്താണ് അരുന്ന് മനസ്സിലാക്കാത്തത്? ഈ കേസിലെ പരാതിക്കാരി ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാരിനോട്.
വാളയാറിൽ ആവശ്യപ്പെട്ടതുപോലെ തന്നെയാണ് ഒരു സ്ത്രീ. അല്ല, എനിക്ക് മനസ്സിലാവും, ഇതൊരു ലൈംഗിക പീഡന പരാതിയല്ലേ? ഇതിൽ CBI അന്വേഷിക്കേണ്ട എന്ത് പോയിന്റ് ആണുള്ളത്? ഇത് ലൈംഗിക പീഡന പരാതി മാത്രമല്ല ഇതിലുള്ളത്. അല്ലല്ല, ഇത് ലൈംഗിക പീഡന പരാതിയാണ്, സോളാർ കേസ് അല്ല. ഇത് ഇല്ലല്ല, ഇത് ലൈംഗിക പീഡന പരാതിയാണെന്നേ. ഈ അന്വേഷിക്കുന്ന 6 കേസ് ലൈംഗിക പീഡന പരാതിയാണ്. ലൈംഗിക പീഡന പരാതി മാത്രമല്ല ഇത്. ലൈംഗിക പീഡന പരാതി മാത്രമല്ല, ലൈംഗിക പീഡന പരാതി അവർ FIR ഇട്ട കേസുകളെ ഇപ്പൊ 6 കൈമാറുമ്പോൾ ഈ കേസ് മൊത്തത്തിൽ CBI അന്വേഷിക്കണം എന്നുള്ളതാണ് അവരുടെ. അല്ലല്ല, സോളാർ വിഷയവും നിങ്ങൾ അല്ലല്ല, സോളാർ വിഷയം CBIക്ക് കൈമാറുന്നു എന്നല്ലല്ലോ സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈ സ്പെസിഫിക് ആയ 6 FIR ഇട്ട കേസുകൾ CBIക്ക് കൈമാറുന്നുവെന്നാണ്. അതായത് നിങ്ങൾ കൈമാറുന്നത് സോളാർ കേസ് അപ്പാടെയല്ല, അതിലെ പീഡന പരാതി മാത്രമാണ്. എന്റെ സംശയം അതാണ്, കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ പറ്റാത്ത എന്ത് സാധനമാണ് ഈ 6 FIRകളിലുള്ളത്? അത് ഇരയുടെ, പരാതിക്കാരിയുടെ പ്രശ്നമാണ്. അവർ ഈ കേസ് അവർക്ക് നീതി ലഭിക്കാൻ CBIക്ക് വിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ അഭ്യർത്ഥന അനുഭാവപൂർവ്വം പരിഗണിക്കുകയാണ് കേരള സർക്കാർ ചെയ്തത്. അങ്ങനെ പരിഗണിക്കുമ്പോൾ കേരള സർക്കാർ മറ്റൊന്നുകൂടി പറയുന്നില്ലേ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ? ലൈംഗിക പീഡന പരാതികളിൽ ഇരയ്ക്ക് നീതി കൊടുക്കാൻ പറ്റാത്ത സർക്കാരാണ് പിണറായി വിജയൻ സർക്കാരിന്റേതെന്ന് അടിയുറപ്പിച്ചു പറയുകയല്ലേ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ? ഇല്ല, അങ്ങനെയല്ല. അത് ഇരകളുടെ അഭീഷ്ടം, അവരുടെ താല്പര്യം പരിഗണിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ സർക്കാർ അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ ഇതിലുണ്ട് എന്ന് പരാതിക്കാരി തന്നെ പറയുന്നു. അത് അന്വേഷണ ഏജൻസിയെ നയിക്കുന്ന സർക്കാരിന് ബോധ്യപ്പെടുമ്പോഴാണ് അപകടം. ഇരയ്ക്കങ്ങനെ തോന്നാം, പക്ഷേ സർക്കാരിന് പറയാം ഈ അന്വേഷണം നടക്കുന്നു, ക്രൈംബ്രാഞ്ച് എന്റെ വകുപ്പ് സമർത്ഥമായി ഈ കേസ് അന്വേഷിക്കുന്നു, ഒരു DGPയും 2 ADGPമാരും അന്വേഷിച്ച കേസാണ്, അത് അന്വേഷണത്തിന്റെ പാതി വഴിയിലാണെന്ന് ഇരയ്ക്ക് മറുപടി കൊടുക്കാം. എന്നിട്ടും കഴിയില്ലെങ്കിൽ അവർ കോടതിയിൽ പോകട്ടെ, അതിനുശേഷം ഒരു നിലപാട് കോടതി പോകുമ്പോൾ മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. അനിലക്കര കൊടുത്തതിന്റെ അതേ വേഗതയിൽ നിങ്ങൾ 20-ാം തീയതി പരാതി കൊടുക്കുന്നു, 23-ാം തീയതി നോട്ടിഫൈ ചെയ്ത് നിങ്ങൾ ശുപാർശ കത്തയക്കുന്നു. ഇവിടെയാണ് സാർ ഇതിന്റെ കുടില ബുദ്ധി. പക്ഷേ ഇത് തിരിഞ്ഞടിക്കുമെന്ന് പറയുന്നതിന്റെ കാരണം ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്ന് പ്രസ്താവന ഇറക്കുന്നതിന് തുല്യമാണെന്നുള്ളത് കൊണ്ടാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. ഇല്ല, ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമല്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ നടന്ന വളരെ അശുദ്ധവും അധാർമികവും നമുക്ക് പുറത്തു പറയാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു ജീർണ രാഷ്ട്രീയത്തെയാണ് സോളാർ കേസ് നടത്തുന്നത്. ആ ജീർണ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളുണ്ട്. ആ കേസിന് ആ പരാതിക്കാരി തന്നെ പറയുന്നു ഈ കേസ് അന്വേഷിക്കാൻ CBIക്ക് വിടണം, കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. അവരുടെ അഭീഷ്ടത്തെ സർക്കാർ പരിഗണിച്ചു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും. ഉമ്മൻചാണ്ടി എന്തിനാണ് ഇങ്ങനെ ബേജാറാവുന്നത്? അല്ല, എന്റെ ഒരു സംശയം ചോദിക്കട്ടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ ഇരയുടെ അഭീഷ്ടം സാധിക്കാൻ സർക്കാർ ചെയ്ത ഈ ഒരു കാര്യമുണ്ടല്ലോ, അത് ഈ ഇര തന്നെ തൊഴിൽ തട്ടിപ്പ് നടത്തിയ 2 കേസുകൾ, അതിലൊന്ന് ബിവറേജസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് KTDCയുമായി ബന്ധപ്പെട്ടും വ്യാജ തൊഴിൽ തട്ടിപ്പ് നടത്തിയ ഈ സ്ത്രീക്കെതിരെ എന്തുകൊണ്ടാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്? സോളാർ പീഡന കേസിലെ ഇരയെന്ന ദയാനുകമ്പയാണോ, അതല്ല ഈ കേസിൽ UDFനെയും പ്രതിപക്ഷത്തെയും കുരുക്കാനുള്ള വടി തരുമെന്നുള്ള പ്രതിഫലമാണോ? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാനാവാത്ത, നമ്മുടെ ജനാധിപത്യത്തെ അങ്ങേയറ്റ അശ്ലീലകരമാക്കിയ ഒരു കേസാണ്. ആ കേസ് നമ്മൾ ആരും കൊണ്ടുവന്നതല്ല. ഇപ്പോൾ പരാതിക്കാരിയായിരിക്കുന്ന ആളാണ് ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നത്. അവരെ കൊണ്ട് ആരാണ് ഇത് പറയിപ്പിച്ചത്, ആരാണ് ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതെല്ലാം പഴംകുളം മധുവിനും അറിയാം, അരുണിനും അറിയാം. നമ്മളത് നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ പരാതിക്കാരിയുടെ തന്നെ നിരവധി മീഡിയ ക്ലിപ്പുകൾ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ലഭ്യവുമാണ്. അപ്പൊ കേരള സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു കാര്യം വരികയും അതെന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റെടുത്തത്? ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ സ്വകാര്യവൽക്കരിക്കാൻ ഒരു നീക്കമാണ് ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയത്, ആര്യാണ്ട് മുഹമ്മദ് നടത്തിയത്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ ഡെവലപ്പ് ചെയ്യാൻ അനർത്ത് പോലുള്ളൊരു സംവിധാനം നിലനിൽക്കുമ്പോൾ അത് സ്വകാര്യ മേഖലയിൽ കൈമാറാനുള്ള നീക്കം നടത്തിയത്. നമ്മുടെ ഊർജ്ജ രംഗത്ത് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന സ്വകാര്യവൽക്കരണ നയങ്ങളെ ചുവടുവെച്ചാണ് ഇവിടെ സൗരോർജ്ജ രംഗത്ത് സാർ 6 പേർ എന്നെ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന കേസ് അന്വേഷിക്കാൻ കേരളത്തിലെ പോലീസിനും ക്രൈംബ്രാഞ്ചിനും കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് സാർ അടുത്ത അധികാരത്തിൽ ഈ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനെ ഏൽപ്പിക്കത്തക്ക രീതിയിൽ വോട്ടർമാർ ഇടതുമുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുക? സ്വന്തം വകുപ്പിന്റെ പരാജയം വിളിച്ചോതുകയാണോ പിണറായി വിജയൻ എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇതിൽ CBI അന്വേഷിക്കേണ്ട ഒരു പോയിന്റ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അങ്ങ് പറയൂ. സംസ്ഥാനാനന്തര ബന്ധങ്ങളുണ്ടോ? അന്തർദേശീയ തീവ്രവാദത്തിന്റെ കടത്തുബന്ധങ്ങളുണ്ടോ?
ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാഫിയ കൂട്ടുകെട്ടുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ 6 പേരിൽ ആരെങ്കിലും ഇപ്പോൾ കേരളത്തിൽ ഇല്ലാതെയുണ്ടോ? ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ട് ഇതുവരെ ഉമ്മൻചാണ്ടി അറസ്റ്റ് ചെയ്യാനോ ഉമ്മൻചാണ്ടിയെക്കെതിരെ കേസെടുക്കാനോ KC വേണുഗോപാലിനെതിരെ കേസെടുക്കാനോ ക്രൈംബ്രാഞ്ചിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ? ഇത് ജാമ്യമില്ലാ വകുപ്പല്ലേ? 3 വർഷമായി അന്വേഷിക്കുകയല്ലേ? എന്റെ അരുൺകുമാറെ, ക്രൈംബ്രാഞ്ചിന് ഈ കേസ് അന്വേഷിക്കാൻ സ്വതന്ത്രമായ അനുമതി കൊടുക്കുകയാണെങ്കിൽ ഇടതുപക്ഷ മുന്നണി സർക്കാർ അതിൽ ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയം ഉപയോഗിക്കാൻ നോക്കിയിട്ടില്ല. ഈ കുറ്റവാളികളെ കണ്ടെത്തി അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാനാണ്. സർ, ഇതിനകത്ത് കണ്ടെത്താൻ എന്താണ്? ഇത് മുന്നിൽ പിണറായി വിജയൻ സർക്കാരിന്റെ മുന്നിൽ പിണറായി വിജയൻ ഇരിക്കുന്ന നിയമസഭയുടെ തൊട്ടടുത്തിരിപ്പുണ്ട്. ഇതിലെ ഒരു പ്രതി എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ജാമ്യമില്ലാത്ത കുറ്റം ചുമത്താത്തത്? ജാമ്യമില്ലാ കുറ്റം ചുമത്തിയ പ്രതിയെ മുന്നിലിരുത്തിക്കൊണ്ടാണല്ലോ ഈ നിയമസഭാ സെഷനുകൾ അവസാനിച്ചത്. എന്തുകൊണ്ടത് സാധ്യമാവുന്നില്ല ക്രൈംബ്രാഞ്ചിന്? അപ്പൊ തെളിവില്ല, കയ്യിൽ ഒരു ഉണ്ടയുമില്ല, എന്നിട്ടാണ് ഈ വെടി പൊട്ടിക്കുന്നത്. ആ വെടി മാത്രമല്ല, ഇപ്പോൾ ഏറുപടക്കമായി കയ്യിലിരുന്ന് പൊട്ടാൻ പോകുന്നു ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. അതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഇതിന് സർക്കാർ വിലയിടേണ്ടി വരുമെന്ന് പറഞ്ഞത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയം എണ്ണി പറയുന്നതിന് തുല്യമാണെന്ന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്നൊക്കെ അരുണ് പറയാം, കോൺഗ്രസ്കാർക്ക് പറയാം. അത് അവരുടെ രാഷ്ട്രീയമായ ഒരൊറ്റപ്പെട്ട പ്രതിരോധം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ എന്താണ് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് CBIക്ക് വിടുന്നത്. ഇവരെല്ലാ കാര്യത്തിലും CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാരല്ലേ? അങ്ങനെ നിരന്തരമായ ആവശ്യം ഉന്നയിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി പോരാടുന്ന ആളുകളല്ലേ കോൺഗ്രസ്സുകാർ, UDFക്കാര്. അവരെ ഈ കേസ് CBIക്ക് വിടുമ്പോൾ നല്ല കാര്യമായിട്ട് കാണണ്ടേ? CBI അന്വേഷിക്കട്ടെ, രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടുകൂടി, വൈരനിര്യാതന ബുദ്ധിയോടുകൂടി. പോലീസ് അതിൽ ഇടപെടുന്നില്ല. CBI അന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരട്ടെ. എന്തിനാണ് അവർക്ക് ബേജാറ്? എന്തിനാണ് അവർ വളരെ പ്രകോപിതമായി ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്, സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? സ്വയം ആശ്വസിക്കാം, പഴംകുളം വകുപ്പിനും ഷാഫി പറമ്പിലും ഒക്കെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? ഇതിന് ഇരയാക്കപ്പെട്ട പരാതിക്കാരിയാണ് പറഞ്ഞിരിക്കുന്നത് CBIക്ക് വിടണമെന്ന്. പരാതിക്കാരി പറഞ്ഞത് CBIക്ക് വിടണമെന്നല്ല, അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നതാണ്. ആ നീതികേടുണ്ട്, നീതി ലഭിക്കുന്നില്ല ഈ സർക്കാരിൽ നിന്ന് എന്ന് തന്നെയാണ് ഈ പരാതിക്കാരി ആ കത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരാതിക്കാരിയെ നമ്മളെല്ലാവരും ഇന്നലെ കേട്ടല്ലോ. ഞാൻ അരുണിന്റെ ചാനലിലും കേട്ടു പരാതിക്കാരിയെ. അവരെന്താ പറഞ്ഞത്? ഞങ്ങളുടെ ചാനലിലാണ് അവർ ആദ്യം പ്രതികരിച്ചത്. പക്ഷേ സർക്കാരിന് കത്ത് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാ? നീതികേടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അവർക്ക് നീതി ലഭിക്കാൻ വൈകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഈ കേസ് അന്വേഷണത്തിന്റെ സാങ്കേതികത്വങ്ങൾ വന്ന് വഴിമുട്ടിയ പല ഘട്ടങ്ങളുണ്ട്. റിട്ടയർ ചെയ്യുന്ന പ്രശ്നമുണ്ട്. മറ്റേ IG സാർ, ഒരു ലൈംഗിക പീഡന പരാതിയിൽ കേസന്വേഷണ ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്താൽ ആ അന്വേഷണം വഴിമുട്ടുമെന്നാണോ ഈ സർക്കാരിന്റെ കണ്ടുപിടുത്തം? അതിന്റെ തെളിവ് ശേഖരിക്കുക എന്ന് പറയുമ്പോൾ, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ കൃത്യമായി ഇത് വെറും ലൈംഗിക പീഡനം മാത്രമല്ല, ഇത് വലിയ ഒരു കുംഭകോണവുമായി ബന്ധപ്പെട്ട്, സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട്, അതിന്റെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് നടന്ന വലിയൊരു നിമിഷം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. ഇപ്പോൾ CPMന്റെ ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. കേൾക്കാം. ആരൊക്കെയാണ് സഖാവ് പിണറായിക്കെതിരായിട്ട് CBI അന്വേഷണം എടുക്കാൻ വേണ്ടി ഒരു കേസ് കൊടുക്കാൻ വേണ്ടി, CBIയുടെ ഒരു കേസ് അന്വേഷണം നടത്താൻ വേണ്ടി ശുപാർശ ചെയ്തു കൊടുത്തതെന്ന് നമ്മുടെ ഓർമ്മയിലുണ്ട്. അന്വേഷണ കോടതി ചവറ്റുകൊട്ടയിലെറിഞ്ഞ ചാർജ് ഷീറ്റാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് ഉണ്ടാക്കിയത്. നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണത്. അപ്പോൾ പിണറായിയെ ദ്രോഹിക്കുന്നതിന് വേണ്ടി, രാഷ്ട്രീയമായി തേജോവധം ചെയ്യുന്നതിന് വേണ്ടി, തനിക്ക് തെരഞ്ഞെടുപ്പിൽ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി ഈ CBI അന്വേഷണത്തെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുർവിനിയോഗം ചെയ്ത നേതാവാണ് ഉമ്മൻചാണ്ടി. അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. ആ ഗൂഢാലോചനയിൽ ആരൊക്കെയാണ് കക്ഷികൾ എന്നുള്ളത് അദ്ദേഹത്തിനറിയാം. ആരുമായിട്ടൊക്കെ കൂടിയാലോചിച്ചാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇത്തരം ഒരു പ്രവർത്തനം നടത്തിയതെന്ന്. കുറച്ചുകൂടി ഒന്ന് വ്യക്തമായി ചോദിച്ചു കഴിഞ്ഞാൽ, കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വന്നിട്ട് വട്ടമിട്ട് വറക്കാണ് സർക്കാരിനെതിരെ. ഇങ്ങനെ സ്വാഭാവികമായിട്ട് CPM അതിനെ രാഷ്ട്രീയമായി വളരെ വലിയ തോതിൽ വിമർശിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ അത് ഒരു ഫലം ഉണ്ടാക്കിയില്ല എന്ന് CPM പറയുന്നു. പൊതു ശരിയായി നിൽക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് ഇനി അവരും അനുഭവിക്കട്ടെ എന്ന് തന്നെയാണോ? അങ്ങനെ ഒരു നിലപാടുണ്ട്. UDF അനുഭവിക്കട്ടെ, കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ വന്നുള്ള ബുദ്ധിമുട്ടെന്നാണ് UDF അനുഭവിക്കട്ടെ, അങ്ങനെയാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത് വളരെ വ്യക്തമാക്കിയതാണ്, ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനും ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്താ കാര്യം, നമ്മൾ നിരവധി കേസുകളിൽ കേസന്വേഷണം നടക്കുന്നു. കേസന്വേഷണം നടക്കുമ്പോൾ ബന്ധപ്പെട്ട പരാതിക്കാർ ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എത്രയോ കേസുകൾ, ഇപ്പോൾ 3-4 കേസ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ് CBIക്ക് വിടുകയുണ്ട്. അതായത് പരാതിക്കാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ്. ഇത് വളരെ സെൻസേഷണലായ
കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഗവൺമെൻറ് എന്ന നിലയിൽ നമുക്കതിൽ ആരന്വേഷിച്ചാലും വിഷമമില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഏറ്റവും ശരിയായ പരാതിക്കാരിയുടെ ആഗ്രഹം മാനിച്ചുകൊണ്ട്, അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ CBIക്ക് വിടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഈ പരാതിക്കാരി പറഞ്ഞിരുന്നു, ഈ ജോസ് കെ മാണിക്കെതിരെയും പരാതി ഉണ്ടെന്ന് അവർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവരുടെ ആവശ്യം പരിഗണിച്ച് ജോസ് കെ മാണിക്കെതിരെയും കേസ് CBIക്ക് വിടുമോ? ജോസ് കെ മാണിക്കെതിരെ ഒരു അന്വേഷണം നടത്തി അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു, സംരക്ഷിക്കാതെ നിലപാട് സ്വീകരിക്കുന്നു. അതാണ് അങ്ങനെ സംരക്ഷിക്കണം എന്ന് പറയുന്ന നിലപാട്. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ ശ്രീ ജോസ് കെ മാണിയെ കണ്ടിട്ടുണ്ടല്ലോ, അദ്ദേഹത്തെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ നിന്നാ മതി. അല്ല, അദ്ദേഹം ആരോപണ വിധേയനാണ്. പരാതിക്കാരി പറയുന്നത് അദ്ദേഹം ആരോപണ വിധേയനാണ്. പരാതിക്കാരുടെ ആവശ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോലെ തന്നെ ഇവർക്കെതിരെ ജോസ് കെ മാണിക്കെതിരെയും അന്വേഷണം വേണ്ട. പരാതിക്കാര് ഇവിടെ പറഞ്ഞപ്പോൾ നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട്. ആ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണമാണ് നമ്മൾ CBIക്ക് വിട്ടിട്ടുള്ളത്. അന്വേഷണം ആർക്കെതിരെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കേണ്ടത് CBI ആണോ? അങ്ങനെയാണോ പാർട്ടിയുടെ നിലപാട്? രജിസ്റ്റർ ചെയ്ത കേസുകളെ കുറിച്ചാണല്ലോ, രജിസ്റ്റർ ചെയ്ത കേസുകളല്ലേ അന്വേഷിക്കുന്നത്. ഇടതുപക്ഷത്തിനിടയിൽ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജോസ് കെ മാണിയെ CBI അന്വേഷണം വേണ്ടിയിരുന്നതാണോ? CBI പകരം പറയുന്നു ജോസ് കെ മാണിയെ സംരക്ഷിക്കില്ല. ഇടതുപക്ഷത്തിന്റെ ഉള്ളിൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, വളരെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത് നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് DGP റാങ്കിലുള്ള ആളുകൾ വരെ അന്വേഷിച്ചു, അവര് എന്നിട്ട് ഒന്നും കണ്ടെത്തിയില്ല. അപ്പോൾ ഈ കേരള പോലീസിലെ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥർക്ക് എഫിഷ്യൻസി ഇല്ലാത്തതുകൊണ്ടാണ് CBIക്ക് കൈമാറുന്നത്. അല്ല, CBIക്ക് ഒരു കേസ് കൈമാറുന്നത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ പരാതിക്കാർ ആ കേസിനുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ഇത് CBIക്ക് വിടണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. ഇതിന് മുമ്പ് എത്ര കേസിൽ ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. വാളയാർ സംഭവത്തിൽ ഇപ്പോൾ നമ്മൾ പാലക്കാട്ടല്ലേ വാളയാർ സംഭവത്തിൽ ആ കുട്ടിയുടെ അമ്മ ഇപ്പോൾ CBIക്ക് വിടണം എന്ന് പറഞ്ഞു, നമ്മൾ വിട്ടു. ഇപ്പോൾ ഈ കേസിൽ പരാതിക്കാരി CBIക്ക് വിടണം എന്ന് പറഞ്ഞു, അത് വിട്ടു. വേറൊരു കേസിൽ UDF പറയുന്ന ഒരു ആരോപണം, പെരിയ കേസിൽ കുടുംബം ആവശ്യപ്പെട്ടു, ഹൈക്കോടതി വിട്ടു. അപ്പോൾ അതിനെതിരെ സർക്കാർ കാശ് ചെലവാക്കി അപ്പീൽ പോകുന്നു. അല്ല, സർക്കാർ പെരിയ കേസിലുള്ള ആത്മാർത്ഥയുടെ ഭാഗമായിട്ടാണ് വളരെ നല്ല നിലയിൽ ഈ സർക്കാർ അന്വേഷിച്ച ഒരു കേസാണ്. ആ അന്വേഷണം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള സർക്കാരിന്റെ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ സോളാർ കേസ് 4.5 വർഷം ആയിട്ടില്ല. സർക്കാർ വന്നോടനെ സർക്കാരിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലോ കാര്യം. സോളാർ കേസ് മുന്നിൽ വന്നിട്ട് എത്ര ദിവസമായി എന്നുള്ളതാണ്. സോളാർ കേസ് നിങ്ങൾ ഈ പറഞ്ഞ സമയമായിട്ടില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ അത് ശരി, നിങ്ങൾ ഇടക്കിടക്ക് മാറ്റി പറയരുത്. എന്റെ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ വളരെ മാന്യന്മാരായതുകൊണ്ട് വാക്ക് മാറ്റരുത്. അല്ല, ഈ വാളയാർ കേസില് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് സർക്കാർ തന്നെ കോടതിയിൽ സമ്മതിച്ചാണ്. അപ്പൊ ഈ കേസിൽ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പോലും അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിയാത്തത് അതിൽ വസ്തുതയില്ലാത്തത് കൊണ്ടാണ് ആ ഉദ്യോഗസ്ഥരുടെ കഴിവുകേടാണോ? അതൊക്കെ അത് ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനങ്ങളാണ്. ഒരു യഥാർത്ഥ ചോദ്യം ചോദിക്കും. അല്ല, ഇതൊരു ചോദ്യമാണല്ലോ. ഏതാ ചോദ്യം? ചോദ്യമല്ല. ചോദ്യത്തിന് പകരം വളച്ച് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അബ്ദുള്ളക്കുട്ടി കേസിൽ CBI അന്വേഷണം നേരിടേണ്ട ആളാണെന്ന് CPM കരുതുന്നു. പക്ഷെ ജോസ് കെ മാണി ഇതിൽ അന്വേഷണം നേരിടേണ്ട ആളാണ്. അല്ല, ഇത് CPIയും ചർച്ച ചെയ്തിട്ടെടുത്ത തീരുമാനമല്ല. ഇത് ഗവൺമെന്റിന്റെ മുന്നിൽ ഒരു പരാതിക്കാരി പറഞ്ഞ വിഷയങ്ങളിൽ ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ്. അവിടെ അവസാനിപ്പിച്ചു. ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു. ഇത് പരാതിക്കാരി പറയാണ്. ഇത് കേരളത്തിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ നല്ല സഭ്യതയുടെ എതിർ ഭാഗത്ത് ഒരു സംഘം കോൺഗ്രസ് നേതാക്കൾ അധികാരത്തിലിരുന്നു കൊണ്ട് തെറ്റായി പ്രവർത്തിച്ച വിഷയമാണ്. ഞാനതിൻ്റെ ബാക്കി വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആ വിഷയത്തെ ആ നിലയിൽ കണ്ടാൽ മതി. ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുമ്പോൾ ഒരു പരാതിക്കാരി അവരെ സംബന്ധിച്ചുള്ള പരാതി പറയുന്നു. അവിടെ ഗവൺമെന്റ് അങ്ങനെയല്ലാതെ ഇങ്ങനെയല്ലാതെ പിന്നെ ഗവൺമെന്റ് എങ്ങനെ തീരുമാനിക്കാൻ പറ്റുക? തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് പടിവാതിൽക്കൽ എത്തിക്കുമ്പോൾ ഇത്തരം ഒരു അന്വേഷണം പ്രഖ്യാപിക്കും സ്വാഭാവികമായിട്ട് ഒരു ഭൂഷണമാണ്. രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറയാൻ അവർക്ക് അവസരം നൽകുകയല്ലേ സ്വാഭാവികമായി ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഈ ഗവൺമെന്റ് അങ്ങനെ ഒരു തരം രാഷ്ട്രീയ പകപോക്കലും നടത്തില്ല. അതേസമയം ഉമ്മൻചാണ്ടി അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങനെ പ്രവർത്തിച്ച ഒരാൾക്ക് അങ്ങനെയേ തോന്നൂ. അത് സ്വാഭാവികമല്ലേ. ഉമ്മൻചാണ്ടിക്ക് ഇത് രാഷ്ട്രീയ പകപോക്കലാക്കി തോന്നുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ രാഷ്ട്രീയമായി പകപോക്കുക എന്ന പ്രവർത്തന ശൈലി തൻ്റെ പൊതുജീവിതത്തിൽ ഉടനീളം പ്രവർത്തിച്ച ഒരാളാവുമ്പോൾ
അത് തോന്നും. ഇത് വസ്തുതകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഒരു അന്വേഷണ കമ്മീഷൻ്റെ നിഗമനങ്ങളും റിപ്പോർട്ടും നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. ആ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം നിയമിച്ച അന്വേഷണ കമ്മീഷനും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഒരു സംഭവമാണ്. അതിൻ്റെ തുടർച്ചയിൽ വന്ന കേസാണ്. അതിൻ്റെ സ്വാഭാവികമായ ഒരു വളർച്ച എന്നുള്ള നിലയ്ക്ക് ഒരു മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പരിഭ്രാന്തനാവേണ്ട യാതൊരു കാര്യമില്ല. ഫോൺ കോളും സി ഡിയും ഒക്കെ ഒന്നുകൂടി ചർച്ചയാവട്ടെ തന്നെയാണ് അടുത്ത വർഷം കരുതുന്നത്. സ്വാഭാവികമായിട്ടും പഴയ ഫോൺ കോളും സി ഡിയും ഒക്കെ ഒന്നുകൂടി ചർച്ചയാവട്ടെ തന്നെയാണോ? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു തെറ്റായ സംഭവം ഇടതുപക്ഷ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാവില്ല. മറ്റൊരു കാര്യം, ഇന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഈ ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ മുറവുണക്കാൻ വേണ്ടി സർക്കാർ ഇടപെടണമെന്ന് പറഞ്ഞു. അതിനെങ്ങനെ കാണുന്നത്? അല്ല, ആ കത്തിൻ്റെ അവസാന ഭാഗം പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ. ഇതൊക്കെ ഈ ഉമ്മൻചാണ്ടി അതിവിളവെടുക്കരുത്. അത് ആൾക്കാർക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കിയാൽ മതി. മതി. CPIM ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. സോളാർ വിഷയം CBIക്ക് വിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തുകയായിരുന്നു. പെരിയ കേസിൽ എന്തുകൊണ്ട് CBIക്ക് കേസ് വിട്ടില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായി CPIM ആക്ടിംഗ് സെക്രട്ടറി പറഞ്ഞത് ആത്മാർത്ഥമായി കേസ് അന്വേഷിക്കുന്നത് കൊണ്ടത് വിട്ടില്ല എന്നാണ്. ചോദ്യം ഇതാണ്, അങ്ങനാണെങ്കിൽ സോളാർ ലൈംഗിക പീഡന കേസിൽ എന്തേ ആത്മാർത്ഥത കുറഞ്ഞു? ഇടവേളയ്ക്കു ശേഷം വെൽക്കം ബാക്ക്. ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നത് വീണ്ടും സോളാർ ഗ്രഹണമോ എന്നാണ്. KT കുഞ്ഞിക്കണ്ണൻ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് പഴകുളം മധു കോൺഗ്രസ് പ്രതിനിധി, BJP പ്രതിനിധി സി ശിവൻകുട്ടി എന്നിവർ നമുക്കൊപ്പം. അവസാന പാദത്തിലേക്ക് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ CPM ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ പറഞ്ഞത് പെരിയ കേസ് വിടാത്തതിന്റെ കാരണം അത് ആത്മാർത്ഥമായി അന്വേഷിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. അതിന്റെ അർത്ഥം ഈ സോളാർ പീഡന കേസ് അത്ര ആത്മാർത്ഥമായി ഈ സർക്കാർ അന്വേഷിച്ചില്ല എന്നാണ്. അങ്ങനെ വ്യാഖ്യാനമായിരുന്നു. യഥാസമയം കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയില്ല. അന്വേഷണം നടത്തില്ല എന്നല്ല, ആ അന്വേഷണത്തിനിടയിലുള്ള തടസ്സം ഞാനിവിടെ നിരവധി തവണ ആവർത്തിച്ചിട്ടുണ്ട്. എല്ലാ തവണകളും ചെറിയൊരു ശബ്ദ തടസ്സമുണ്ട് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ പഴകുളം മധുവിലേക്ക്. പഴകുളം മധു, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ആവർത്തിച്ചു പറയുന്നത് ഇതിൽ ക്രൈംബ്രാഞ്ചിന് സംഭവിച്ചു പോയ ഒരു അന്വേഷണത്തിന്റെ പിഴവെന്ന് പറയുന്നില്ല, പക്ഷേ അതിലൊരു കാലതാമസം ഉണ്ടാകുന്നു. അത് ഇരയ്ക്ക് നീതി ലഭിക്കുന്നില്ല എന്ന തോന്നലുണ്ടാക്കുന്നു. ഇരയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഈ സർക്കാർ ജാഗ്രത കാണിച്ചുകൊണ്ട് ഉടൻ തന്നെ CBIക്ക് വിടുന്നു എന്നാണ്. ഇതാണ് ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രീ പഴകുളം മധു. പക്ഷേ കുഞ്ഞിക്കണ്ണൻ CBI എൻക്വയറിയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ കിടന്ന് തുഴയുന്നതും വിജയരാഘവൻ കിടന്ന് ഇഴയുന്നതും നമ്മൾ കണ്ടു. ഇപ്പോ ഇര ആവശ്യപ്പെട്ടവരല്ല, ഇരയെ വിളിച്ചു വരുത്തി എഴുതി വാങ്ങിച്ചുള്ള CBI എൻക്വയറിയാണ്. ഇവർക്കിപ്പോ ചെങ്കൊടിയേക്കാൾ കൂടുതൽ വിശ്വാസം സാഹിത്യത്തിനോടാണ്. ഇവർക്ക് ചെങ്കൊടിയേക്കാൾ കൂടുതൽ ഇഷ്ടം ഇപ്പോ അത്തരക്കാരോടാണ്. ഇവർ രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താൻ വേണ്ടിയാണ് CBI എൻക്വയറി നടത്തുന്നതെന്ന് ഈ വിജയരാഘവന്റെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. വിജയരാഘവൻ ചോദിച്ച് രണ്ട് കാര്യങ്ങളിലേക്കാണ് താങ്കൾ ശ്രദ്ധയെ കൊണ്ടുവരാം. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇത് പിണറായിക്കെതിരെ എടുത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. പിണറായിക്കെതിരെ നിങ്ങൾ എടുത്തില്ലേ, ഇന്നാ പിടിച്ചോ നിങ്ങൾക്ക് ഓർക്കണം, അതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ വല്ല സത്യത്തിൽ CPM സ്റ്റേറ്റ് സെക്രട്ടറിയെ പോലെ ഒരാൾക്ക് പറയാൻ പറ്റുന്ന ന്യായമാണോ അത്? രണ്ടാമത്തെ കാര്യം, ഇവിടെ 164 സ്റ്റേറ്റ്മെന്റ് ആണ്, ഈ ഇരയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നത്തെ ഈ കേസിനൊക്കെ ആധാരമായിട്ടുള്ളത്. അതിലാണ് അവർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ 164 സ്റ്റേറ്റ്മെന്റ് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളാതില്ല എന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ സ്വപ്നയുടെ കാര്യത്തിൽ. അപ്പൊ സ്വപ്ന പറഞ്ഞ അവർക്കെതിരെ ആയതുകൊണ്ട് അത് വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് 164 സ്റ്റേറ്റ്മെന്റ് വേണ്ട. ഇവിടെയോ 164 സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഏറ്റവും പുതുതായി വന്ന കാര്യം എന്താണ്? പുതുതായി വന്ന കാര്യം എന്ന് പറയുന്നത് ജോസ് കെ മാണിക്കെതിരായിട്ടുള്ള ഈ ഇരയുടെ ആരോപണമാണ്. ആ ആരോപണം CBIക്ക് വിടുന്നില്ല, അതിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല. വിജയരാഘവൻ ചോദിക്കുന്നത് അതിന് കേസില്ലല്ലോ എന്നാണ്. കേസ് പഴകുളം മധു, നല്ല കാര്യവും ഉണ്ടായിരുന്നോ? ഈ പാവം ഉമ്മൻചാണ്ടിയെ ഈ പ്രചരണ സമിതിയുടെ തലവനായി UDF തീരുമാനിക്കാൻ പോകുന്നതിന്റെ തൊട്ട് തലേ ദിവസങ്ങളിലാണ് ഈ വിഷയം വീണ്ടും സോളാർ കത്തിപ്പടരുന്നത്. അതാണ് ഇത് കറക്റ്റ്. ഡോക്ടർ അരുൺ പറഞ്ഞതാണ് കറക്റ്റ്. ഉമ്മൻചാണ്ടി ചില ചുമതല ഏറ്റെടുത്തു. KC വേണുഗോപാൽ കേരളത്തിലെ UDFൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഹൈക്കമാൻഡിന്റെ ദൗത്യം ഏറ്റെടുത്ത് കേരളത്തിൽ വരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഹാലിളകി ഭരണത്തിൽ ഉണ്ടാകാതെ വരും. പക്ഷേ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനെ കണക്ക് പറയിക്കും, വെള്ളം കുടിപ്പിക്കും.
ഒരു സംശയം വേണ്ട. ഒരു ഫൂളിഷ് തീരുമാനമാണ് ഈ മുഖ്യമന്ത്രി എടുത്തത് എന്ന് കാലം തെളിയിക്കാൻ പോവുകയാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയില്ല. ഒരു നിമിഷം ശ്രീ ശിവൻകുട്ടി, ഈ BJP ദേശീയ ഉപാധ്യക്ഷൻ ഒരു ലൈംഗിക പീഡന കേസിലെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ കേസ് CBI ഏറ്റെടുക്കാനുള്ള സാധ്യത എത്ര ശതമാനമാണ്? അല്ല അരുണെ, ഈ കേസിൽ ആരായാലും പ്രതി ആരായിരുന്നാലും അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണം എന്നുള്ളത് ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. ഞങ്ങൾ സോളാർ കേസിൽ തുടക്കം മുതൽ ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. ഇവിടെ ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഈ സോളാർ കേസ് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി അടക്കം ജയിലിൽ പോകുമായിരുന്നു. എന്താ ഇവർ ഇതുവരെ ചെയ്യാത്തത്? ഞാൻ അരുണിനോട് ചോദിക്കുന്നത്, ഇത്രയും കാലം സംരക്ഷിച്ചത്, ഉമ്മൻചാണ്ടിയെ സംരക്ഷിച്ചത് LDF സർക്കാരാണ്. ഉമ്മൻചാണ്ടിയെയും ഈ സോളാർ കേസിലെ മുഴുവൻ പ്രതികളെയും സംരക്ഷിച്ചത് LDF സർക്കാരാണ്. എന്തുകൊണ്ട് മേശപ്പുറത്തിരുന്ന ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് പിണറായി വിജയൻ അനക്കിയില്ല? അത് സംരക്ഷിക്കലാണ്. ഇപ്പോ CBIക്ക് ഞാൻ ചോദിച്ചോട്ടെ, ചുക്കുണ്ടോ? അല്ല മധു ചുക്കുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അന്വേഷണ ഏജൻസികളാണ്. ഞാൻ പറഞ്ഞത് പോലീസ് അന്വേഷിക്കണമായിരുന്നു. ഇത് അന്വേഷിച്ചതിന്റെ വ്യക്തത വരുത്തണം. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഗതി, എൻ്റെ പ്രിയ സുഹൃത്ത് അരുണെ, ഇവിടെ ജോസ് കെ മാണിയുടെ പേര് ബോധപൂർവം ഒഴിവാക്കി. എന്തടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ സർക്കാർ അത് ചെയ്തത്? ഇവിടെ ഒരു കുറ്റം ചെയ്ത ആരും രക്ഷപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് ആരായിരുന്നാലും ശരി. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇനി എൻ്റെ കുഞ്ഞിക്കടനടക്കമുള്ള നേതാക്കന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ CPMൻ്റെ ആക്ടിംഗ് സെക്രട്ടറി വിജയരാഘവൻ അടക്കം ഇപ്പോൾ നടത്തിയ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ ഉത്തരം പറയാൻ കുഴങ്ങി. ഇനി നിങ്ങൾ CBIക്കെതിരെ പറയരുത്, ഇനി നിങ്ങൾ CBIക്കെതിരെ മിണ്ടരുത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് CBI കൊള്ളാലോ, ടൈറ്റാനിയം കേസിൽ സംഭവിച്ചതുപോലെ ഈ സോളാർ പീഡന പരാതിയിലും സംഭവിക്കാതിരുന്നാൽ മതി. ടൈറ്റാനിയം കേസിൽ സംഭവിച്ചതുപോലെ ഈ സോളാർ പീഡന കേസിൽ സംഭവിക്കാതിരുന്നാൽ മതി. ഇത് ഏറ്റെടുക്കണം CBI. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ കേസ് അരുണെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ ചോദിച്ചോട്ടെ. സോളാർ കേസ് അല്ല അന്വേഷിക്കാൻ വേണ്ടിയിട്ട് CBIയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ലൈംഗിക പീഡന കേസാണ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചന എന്താണ് ഈ ഗവൺമെൻറ്റിന്? ഈ ഗവൺമെൻറ്റിന് നന്നായിട്ട് അറിയാലോ. സോളാർ കേസ് മൊത്തത്തിൽ എന്തേ ഏൽപ്പിക്കാത്തത് CBIയോട് അന്വേഷിക്കണമെന്ന്? ഇത് ലൈംഗിക പീഡനം മാത്രമാണ് ഇവർ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ പുറകിൽ തന്നെ തട്ടിപ്പുണ്ട് ഈ ഗവൺമെൻറ്റിന്. ഇതിലൊരു കൗതുകകരമായ കാര്യം, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന് സോളാർ വിഷയത്തിൽ പല വെളിപ്പെടുത്തലുകളും നടത്താനുണ്ടെന്ന് മാധ്യമങ്ങളോടൊക്കെ വന്നിരുന്നു പറഞ്ഞിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഈ BJP ദേശീയ ഉപാധ്യക്ഷനെതിരായ കേസ് വരുമ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സാക്ഷിയായിട്ട് CBIയുടെ മുന്നിൽ പോകുമോ ഇല്ലയോ എന്നതാണ് കൗതുകകരമായ കാര്യം. അല്ല, ഇതിനകത്ത് ഒരു കൗതുകവുമില്ല അരുണേ. BJPയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഈ കേസിലെ സോളാർ കേസിലെ ഇരയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. ഈ കേസിനെ സംബന്ധിച്ച് ഇതിനു മുമ്പ് തന്നെ അന്വേഷണം പുറത്തു കൊണ്ടുവന്ന് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് ഈ ഗവൺമെൻറ്റിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ചുമതലയായിരുന്നു. അതിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു പിണറായി സർക്കാർ. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, UDFനെ സംരക്ഷിക്കുന്നതും LDF പരസ്പരമുള്ള ധാരണയാണ്. ഇത് മാത്രമല്ല, ഇനി ഒരു കാര്യം കൂടെ ഞാൻ അരുണിനോട് പറയാം. ഇവിടെ സരിത പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വസിച്ചു എങ്കിൽ സ്വപ്ന പറഞ്ഞതും വിശ്വസിക്കണം. ഡോളർ കടത്ത് കേസിൽ സ്വപ്ന പറഞ്ഞതും വിശ്വസിക്കണം. കുഞ്ഞിക്കണ്ണനടക്കം അതിന് മറുപടി പറയണം. UDFൻ്റെ കാലത്ത് ഒരു സരിത, LDFൻ്റെ കാലത്ത് സ്വപ്ന സരിത പറഞ്ഞത് വിശ്വസിച്ചില്ല. നമുക്കെന്തായാലും ഈ പീഡന പരാതി കേസിലെ പ്രതിയുടെ പേര്, ഇരയുടെ പേര് പറയാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നു. നന്ദി ശ്രീ ശിവൻകുട്ടി, നന്ദി ശ്രീ പഴകുളം മധു, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് ഈവനിംഗ് പരിശോധിക്കാൻ ശ്രമിച്ചത് ഈ സോളാർ ഗ്രഹണ വിഷയത്തിൽ സോളാർ പീഡന പരാതി
ഇപ്പോൾ CBIക്ക് വിട്ടതിലൂടെ സർക്കാർ നടത്തിയത് രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചനയുടെ ഫലമാണോ എന്നാണ് ഇപ്പോൾ UDF ശക്തമായ പ്രതിരോധം തീർക്കുന്നു. ഇപ്പോൾ CBIയിൽ സർക്കാരിന് വിശ്വാസം വന്നതെങ്ങനെ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു കോൺഗ്രസും UDF.